أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബകളിൽ തായിഫ് യുദ്ധത്തെക്കുറിച്ചായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. തദവസരത്തിൽ അവരുമായി ചർച്ചയ്ക്ക് പോയ ഒരു സഹാബിയെ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ലെന്ന് തായിഫുകാർ ഉറപ്പു നൽകിയിരുന്നിട്ടും അദ്ദേഹം കോട്ടയുടെ അടുത്തേക്ക് പോയപ്പോൾ അവർ അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കുകയുണ്ടായി. അങ്ങനെ അവർ കരാർ ലംഘനം നടത്തി. എന്നാൽ തായിഫുകാരുടെ ഈ കരാർ ലംഘനത്തിന് ശേഷവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുരഞ്ജനത്തിനുള്ള ശ്രമം ഉപേക്ഷിച്ചില്ല. അവിടുന്ന് വീണ്ടും ഹസ്രത്ത് ഹൻസല ബിൻ റബീഇനെ തായിഫുകാരുടെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം കോട്ടയുടെ അടുത്തേക്ക് എത്തി സംവദിക്കാനുള്ള സന്ദേശം അയച്ചപ്പോൾ അവരിൽ ചിലർ സംഭാഷണത്തിനായി പുറത്തേക്ക് വന്നു. ഹസരത്ത് ഹൻസല അവരോട് ചോദിച്ചു, നിങ്ങൾ ശരിക്കും രഞ്ജിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? എന്നാൽ അവർ ഒന്നും പറയാതെ ഹസരത്ത് ഹൻസലയെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടികൂടി കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. ഇത് കണ്ടുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൻസലയെ രക്ഷിച്ചു കൊണ്ടുവരാൻ ആരുണ്ട്? അദ്ദേഹത്തെ ആര് രക്ഷിച്ചു കൊണ്ടുവന്നാലും നമ്മുടെ എല്ലാ മുജാഹിദീങ്ങൾക്കും കിട്ടുന്ന അതേ പ്രതിഫലവും പുണ്യവും അവന് ലഭിക്കും. ഇത് കേട്ട് ഹസരത്ത് അബ്ബാസ് ഓടിച്ചെന്ന് ഹസരത്ത് ഹൻസലയെ മുശ്രിക്കീങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നു. മടങ്ങുന്ന വഴി ശത്രുക്കൾ കോട്ടയിൽ നിന്നും കല്ലുകൾ എറിഞ്ഞെങ്കിലും ശിലാവർഷം നടത്തിയെങ്കിലും അവർ കുഫാറുകളുടെ കല്ലേറിൽ നിന്നും സുരക്ഷിതരായി. മുൻ ഖുതുബകളിൽ വിവരിച്ചതുപോലെ തായിഫുകാർക്കും ഹവാസിൻ ഗോത്രക്കാർക്കും മക്കയിലെ ആളുകളുമായും പ്രത്യേകിച്ച് ഖുറൈശി ഗോത്രമായും കുടുംബബന്ധവും ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധവും ഉണ്ടായിരുന്നു. അവർക്ക് പരസ്പരം വിവാഹ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുരഞ്ജനത്തിനായി ഹസ്രത്ത് അബൂ സുഫിയാൻ ബിൻ ഹർബ്, ഹസ്രത്ത് മുഗീറ ബിൻ ഷോബ എന്നിവർ കോട്ടയ്ക്കുള്ളിൽ പോയെങ്കിലും അവർക്ക് വിജയം ലഭിച്ചില്ല. എന്നാൽ കോട്ടയിലുള്ളവർ ഒരു അപേക്ഷ നടത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളുടെ തോട്ടങ്ങൾക്ക് നാശനഷ്ടം വരുത്തരുതെന്ന് പറയുക, അള്ളാഹുവിനെ ഓർത്തയും അതുപോലെ കുടുംബബന്ധത്തിൻ്റെ പേരിലും അവയെ നശിപ്പിക്കാതെ നിലനിർത്താൻ പറയുക. സ്വന്തമായി ഒരു ഉടമ്പടിയും അവർ പാലിക്കാൻ തയ്യാറായില്ല. എന്നിട്ടും തങ്ങളോട് കരുണ കാണിക്കണമെന്ന് അവർ അപേക്ഷിക്കുകയാണ്. അവരുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് തോട്ടങ്ങൾ നശിപ്പിക്കാനുള്ള ഉത്തരവ് പിൻവലിച്ചെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അതുല്യമായ ഒരു വശമാണിത്. അതിൽ നിന്ന് തിരുമേനിക്ക് എത്രമാത്രം ബുദ്ധിവൈഭവവും സ്ഥൈര്യവും ഉണ്ടായിരുന്നുവെന്ന് സ്ഥാപിതമാകുകയുണ്ടായി. അവിടുന്ന് ഒരുപാട് ദിവസങ്ങളായി അവരെ ഉപരോധിച്ചിരിക്കുകയായിരുന്നു. ആ യുദ്ധതന്ത്രം മുഖേന, അതായത് തോട്ടങ്ങൾ നശിപ്പിക്കാനുള്ള ഉത്തരവിലൂടെ യുദ്ധത്തിൻ്റെ ഗതി മുസ്ലിങ്ങൾക്ക് അനുകൂലമാകുമായിരുന്നു.
എന്നാൽ അവർ അള്ളാഹുവിൻ്റെ പേരും അതുപോലെ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ പേരും വെച്ച് അഭ്യർത്ഥിച്ചപ്പോൾ അവിടുന്ന് അവരുടെ അപേക്ഷ അംഗീകരിക്കുകയും പ്രത്യക്ഷത്തിൽ വലിയൊരു സൈനിക നഷ്ടം സഹിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി. കോട്ടയുടെ മതിലിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മോടൊപ്പം ചേരുന്ന ഏതൊരു അടിമയും സ്വതന്ത്രനായിരിക്കും. ഇത് കേട്ട് 23 അടിമകൾ ഇറങ്ങി വന്ന് മുസ്ലിങ്ങളോടൊപ്പം ചേർന്നു. ഇത് തായിഫുകാരെ വളരെയധികം വിഷമിപ്പിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടിമകളെല്ലാം സ്വതന്ത്രരാക്കി. അവിടുന്ന് അവരിൽ ഓരോരുത്തരെയും ഓരോ മുസ്ലിമിൻ്റെ സംരക്ഷണ ചുമതലയിൽ ഏൽപ്പിച്ചു. ഈ അടിമകളെ നന്നായി ദീൻ പഠിപ്പിക്കണമെന്ന് മുസ്ലിങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം തായിഫുകാർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ തങ്ങളുടെ അടിമകളെ തിരികെ നൽകണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അപേക്ഷ നിരസിച്ചു. ഈ അടിമകളിൽ ചിലർ ഇസ്ലാമിക ചരിത്രത്തിൽ നന്മയും ഭക്തിയും കൊണ്ട് പേരെടുത്തവരായിരുന്നു. ഹസ്രത്ത് അബൂ ബക്കറയും അതിൽ ഒരാളായിരുന്നു. ഒരു സന്ദർഭത്തിൽ ഓയൈന ബിൻ ഹിസൻ ഫസാരി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കോട്ടയ്ക്കുള്ളിൽ ചെന്ന് ബനു സഖീഫിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അനുവാദം തേടി. ഇനി ഒയൈന ബിൻ ഹിസ്നെ കുറിച്ച് പറയാം. അഹ്സാബ് യുദ്ധ സമയത്ത് അദ്ദേഹം കുഫാറുകളുടെ സത്യനിഷേധികളുടെ ഭാഗത്തു നിന്നും ഉള്ള ബനു ഫസാര ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ സത്യനിഷേധികൾ പരാജയപ്പെട്ടതിന് ശേഷവും അദ്ദേഹം മദീനയെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടണത്തിന് മദീനയ്ക്ക് പുറത്തുപോയി അദ്ദേഹത്തിൻ്റെ ആക്രമണം തടയുകയും അദ്ദേഹത്തെ പിന്തിരിയാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു. മക്ക വിജയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പ്രസ്തുത ദൗത്യത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഫതഹ് മക്കയുടെ ദൗത്യത്തിൽ മക്ക വിജയവേളയിൽ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഒരു മുസ്ലിം തന്നെയായിരുന്നു. ഹുനൈൻ, തായിഫ് യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം വിദ്രോഹികളായ മുർത്തദ്ദീങ്ങളോടൊപ്പം മതപരിത്യാഗികളോടൊപ്പം കലാപത്തിൽ പങ്കെടുത്തു. നബിത്വം വാദിച്ച കലാപകാരിയായ തുലേഹയിൽ അദ്ദേഹം ആകർഷനാകുകയും അയാളുടെ ബയ്യത്ത് അഥവാ ശിഷ്യത്വം സ്വീകരിച്ച് അയാളോടൊപ്പം ഇസ്ലാമിക സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. എന്നാൽ യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെട്ട് തടവുകാരനായ ഹസ്രത്ത് അബൂബക്കറിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തിന് മാപ്പ് നൽകി. അദ്ദേഹം വീണ്ടും ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ യഥാർത്ഥത്തിൽ ഒരിക്കലും വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം കഠിന സ്വഭാവക്കാരനും പരുഷ പെരുമാറ്റക്കാരനുമായിരുന്നു എന്നാണ്. തൻ്റെ ഗോത്രത്തിലെ പ്രശസ്തനായ യോദ്ധാവും നേതാവുമായിരുന്നു അദ്ദേഹം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അൽ അഹ്മഖു മുതാ, അതായത് വിഡ്ഢിയായ നേതാവ് എന്ന് വിശേഷിപ്പിച്ചതായി വന്നിരിക്കുന്നു, നിവേദനങ്ങളിലുണ്ട്. എന്തായാലും താൻ കോട്ടയ്ക്കുള്ളിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം നൽകി. എന്നാൽ ഒയൈന കോട്ടയ്ക്കുള്ളിൽ ആ ആളുകളുടെ അടുത്തേക്ക് എത്തിയിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം ബനു സഖീഫിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കോട്ടയിൽ തന്നെ ഉറച്ചു നിൽക്കുക, കാരണം നമ്മുടെ അവസ്ഥ ഒരു അടിമയേക്കാൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിവേദനത്തിൽ ഈ വാക്കുകളും കാണാം: ഒരു കാരണവശാലും നിങ്ങൾ കോട്ട ഉപേക്ഷിക്കുകയോ ഏതെങ്കിലും കാര്യത്തിൽ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. ഒയൈന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, അല്ലയോ ഒയൈന, താങ്കൾ അവരോട് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ ഇസ്ലാം സ്വീകരിക്കാൻ ഉപദേശിക്കുകയും ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അള്ളാഹു വഹിയിലൂടെ തിരുനബിക്ക് അറിയിച്ചിരുന്നു. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ കള്ളമാണ് പറയുന്നത്, താങ്കൾ അവരോട് ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഉയൈന പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ആവർത്തിച്ചു. ഇത് കേട്ട് ഉയൈന അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അവിടുന്ന് പറയുന്നതൊക്കെ സത്യമാണ്. ഞാൻ എൻ്റെ ഈ പ്രവൃത്തിക്ക് അങ്ങയോടും അള്ളാഹുവിനോടും പശ്ചാത്തപിക്കുന്നു.
എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈമാൻ അപ്പോഴും സുദൃഢമായിരുന്നില്ല. ഈ ഉപരോധത്തിൻ്റെ സാഹചര്യത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് നൗഫൽ ബിൻ മുആവിയ ദൈലിയുടെ അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു കുറുക്കൻ അതിൻ്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് പോലെയാണ്. നമ്മൾ ഇവിടെ തന്നെ നിന്ന് അതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കും. എന്നാൽ അതിൻ്റെ പാട്ടിന് വിടുകയാണെങ്കിൽ അതിന് ഉപദ്രവിക്കാൻ ശേഷിയില്ലാതായി മാറും. കുറുക്കൻ അതിൻ്റെ ഗുഹയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇത് കേട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഹദരത്ത് ഉമർ മുഖേന ജനങ്ങളോട് ഇൻഷാ അല്ലാഹ് നാളെ എല്ലാവരും തിരിച്ചു പോകുമെന്ന് പ്രഖ്യാപിച്ചു. ഈ തീരുമാനം യഥാർത്ഥത്തിൽ വെറും കൂടിയാലോചനയുടെ ഫലമായിട്ടായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നും പ്രത്യേക മാർഗനിർദ്ദേശമോ സൂചനയോ ലഭിച്ചതുകൊണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം അവിടുത്തെ സൈനിക ദൗത്യങ്ങളിൽ ഇത്രയും സുപ്രധാനവും അനിവാര്യവുമായ ഒരു വിജയം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുന്നത് ഇത് ആദ്യത്തെ സംഭവമായിരിക്കും. നിരൂപകരും ചരിത്രകാരന്മാരും ജീവചരിത്രകാരന്മാരും എന്തു തന്നെ എഴുതിയാലും ചരിത്രത്തിൽ നമ്മൾ വന്നിട്ടുള്ളത് ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകളും അസാധ്യമായ യുദ്ധങ്ങളും നേരിടേണ്ടി വന്നപ്പോൾ അള്ളാഹു അവിടുത്തേക്ക് അസാധാരണമായ വിജയവും സഹായവും നൽകി അരുളിയിട്ടുണ്ട്. ബനു ഖുറൈലയുടെയും ഖൈബറിൻ്റെയും വിജയങ്ങൾ ഇതിന് മകുടോദാഹരണങ്ങളാണ്. അതിന് കുറച്ചു മുമ്പ് നടന്ന ഹുനൈൻ യുദ്ധത്തിൻ്റെ ഉദാഹരണവും മറക്കാൻ സമയമായില്ലായിരുന്നു. ഹുനൈൻ യുദ്ധസമയത്ത് ചില മക്കക്കാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരാജയമുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ പരാജയം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തന്നെ കൂടെ പോയതായിരുന്നു. എന്നാൽ ആ സന്ദർഭത്തിലും തീർച്ചയായും പ്രത്യക്ഷത്തിൽ പരാജയമായി കാണപ്പെട്ടതിന് അള്ളാഹു അത്ഭുതകരവും അസാധാരണവുമായ ഒരു ചരിത്ര വിജയമാക്കി മാറ്റി. തായിഫിൽ പേടിച്ചൊളിച്ചിരുന്നത് ഹുനൈൻ യുദ്ധത്തിൽ ഓടിപ്പോകുകയും പരാജയപ്പെടുകയും ചെയ്ത അതേ സൈന്യമായിരുന്നു. മുമ്പുണ്ടായ ദൈവസഹായത്തിൻ്റെ വെളിച്ചത്തിൽ തായിഫിനെ കീഴടക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ളതോ അസാധ്യമായതോ ആയ കാര്യമായിരുന്നില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ അവിടുന്ന് തോൽവി അംഗീകരിക്കുകയും ഉപരോധം അവസാനിപ്പിക്കാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു തിളക്കമാർന്ന വശം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് അവിടുത്തെ യുദ്ധനീക്കങ്ങൾ വ്യക്തിപരമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടതായിരുന്നില്ല. യുദ്ധമുതലുകൾ നേടാനോ ഭൂമി കീഴടക്കാനോ വേണ്ടി ആയിരുന്നില്ല അവ. മറിച്ച് അവിടുത്തെ ഓരോരോ അനക്കമടക്കങ്ങളും വാക്കുകളും പ്രവൃത്തികളും സർവജ്ഞാനിയായ അള്ളാഹുവിൻ്റെ ഇംഗിതത്തിന് വിധേയമായിരുന്നു. അവിടുത്തെ മുഴു ജീവിതവും ഈ വിശുദ്ധ ഖുർആന്റെ വാക്യത്തിന് പ്രത്യക്ഷ സാക്ഷാത്കാരവുമായിരുന്നു. കുൽ ഇന്ന സലാത്തി വനുസുക്കി വ മഹ്യായ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതായത് നീ അവരോട് പറയുക, എൻ്റെ നമസ്കാരവും എൻ്റെ ബലിയും എൻ്റെ ജീവിതവും എൻ്റെ മരണവും സർവ്വലോകങ്ങളുടെയും നാഥനായ അള്ളാഹുവിന് വേണ്ടിയാണ്. തായിഫ് ഉപരോധ സമയത്ത് 2 സംഭവങ്ങൾ നടമാടിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് അള്ളാഹുവിൽ നിന്ന് ഉപരോധം അവസാനിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചു എന്നതാണ്. ഉടൻ തന്നെ അവിടുന്ന് ഉപരോധം അവസാനിപ്പിക്കാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വപ്നത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇബ്നു ഹിഷാം രേഖപ്പെടുത്തിയതനുസരിച്ച് തായിഫ് ഉപരോധ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കർ, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. ഒരു പാത്രത്തിൽ വെണ്ണ നിറച്ചത് എനിക്ക് സമ്മാനമായി ലഭിച്ചു. എന്നാൽ ഒരു കോഴി കൊക്ക് വെച്ച് ആ പാത്രം തള്ളിയിട്ടു. അബൂബക്കർ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം താങ്കൾക്ക് സഖീഫ് ഗോത്രത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന വിജയം ലഭിക്കില്ല. അതായത് ഈ ഉപരോധം നമുക്ക് അനുകൂലമാകുന്നതും പ്രതീക്ഷിത വിജയം ലഭിക്കുന്നതും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിലും ഇപ്പോൾ അത് അസാധ്യമായിരിക്കും. അതുപോലെ മറ്റൊരു നിവേദനത്തിൽ ഹദരത്ത് ഉസ്മാൻ ബിൻ മൽഊന്റെ ഭാര്യയായ ഖൗല ബിൻ ഹക്കീം, ഹുവൈല എന്നും അവർ അറിയപ്പെടുന്നുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു അങ്ങേക്ക് ത്വായിഫിൽ വിജയം നൽകുകയാണെങ്കിൽ ബാദിയ ബിൻത്ത് ഖൈലാൻ അല്ലെങ്കിൽ ഫാരിയ ബിൻത്ത് അഖീലിൻ്റെ ആഭരണങ്ങൾ എനിക്ക് നൽകിയാലും
കാരണം സഖീഫ് ഗോത്രത്തിൽ ഈ സ്ത്രീകളെപ്പോലെ വിലയേറിയ ആഭരണങ്ങൾ മറ്റാർക്കുമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അല്ലയോ ഖൗല, സഖീഫിനെ കീഴടക്കാൻ അള്ളാഹു എനിക്ക് അനുമതി നൽകിയിട്ടില്ലെങ്കിലോ? ഹദ്രത്ത് ഖൗല അവിടെ നിന്ന് പുറത്തിറങ്ങി. വഴിയിൽ വെച്ച് ഹദ്രത്ത് ഉമറിനോട് ഈ കാര്യം സൂചിപ്പിച്ചു. ഹദ്രത്ത് ഉമർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായിക്കൊണ്ട് ആരാഞ്ഞു, ഖൗല ഇതെന്താണ് പറയുന്നത്? അങ്ങ് അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അവിടുന്ന് പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. ഹദ്രത്ത് ഉമർ അത് ഉടൻ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു, അങ്ങേക്ക് അവരുടെ കാര്യത്തിൽ അനുമതി ലഭിച്ചിട്ടില്ലേ? അതായത് ആ യുദ്ധം വിജയിക്കുമെന്നും അവിടെ യുദ്ധം തുടരണമെന്നും ഉള്ള കാര്യത്തിൽ അനുമതി ലഭിച്ചിട്ടില്ലേ? ഇല്ല എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. ഹദ്രത്ത് ഉമർ പറഞ്ഞു, എന്നാൽ ഞാൻ ആളുകളോട് മടങ്ങിപ്പോകാൻ പറയട്ടെ? അവിടുന്ന് പറഞ്ഞുകൊള്ളുക. അങ്ങനെ അനുമതി ലഭിച്ച ഉടൻ ഹദ്രത്ത് ഉമർ അവിടെ നിന്ന് തിരിച്ചു പോകാൻ വിളംബരപ്പെടുത്തി. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ചിലർ ചോദിച്ചു, വിജയം നേടാതെ നമ്മൾ എന്തിനാണ് മടങ്ങുന്നത്? ഇത് ചില ആവേശാധിക്യമുള്ള യുവാക്കളുടെ പ്രതികരണമായിരുന്നെന്ന് മനസ്സിലാക്കാം. അവരാദ്യം ഹദരത്ത് അബൂബക്കറിനെയും ഹദരത്ത് ഉമറിനെയുമായിരുന്നു സമീപിച്ചത്. വിജയം നേടുന്നത് വരെ ഉപരോധം തുടരണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിക്കാൻ അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്നാൽ അവർ പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത തീരുമാനം എന്തു തന്നെയായാലും അത് തന്നെയാണ് ശരി. ഹദരത്ത് അബൂബക്കറും ഹദരത്ത് ഉമറും അത് പറയാൻ വിസമ്മതിച്ചു. ഇതോടെ ഈ വികാരത്തിനടിപ്പെട്ട യുവാക്കൾ സ്വയം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി കൊണ്ട് വികാരഭരിതരായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ യുദ്ധം ചെയ്യും. അവിടുന്ന് അവരുടെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, ശരി, നാളെ രാവിലെ യുദ്ധം ചെയ്തു കൊള്ളുക. അങ്ങനെ അവർ അടുത്ത ദിവസം യുദ്ധം ചെയ്യാൻ ഇറങ്ങി. എന്നാൽ അവർക്ക് പരിക്കുകളല്ലാതെ മറ്റൊന്നും ലഭിച്ചില്ല. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും ഇൻഷാ അല്ലാഹ്. യുദ്ധം ചെയ്ത് മുറിവേറ്റ് മടങ്ങിയവരും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അവരുടെ മനോഭാവത്തിൽ ഈ മാറ്റം കണ്ടിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഗൂതം പുഞ്ചിരിച്ചു. ഈ യുദ്ധത്തിൽ സത്യനിഷേധികളുടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നതിനാൽ പരിക്കേറ്റവരെക്കുറിച്ചോ കൊല്ലപ്പെട്ടവരെക്കുറിച്ചോ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല. അതുപോലെ മുസ്ലിങ്ങൾ എത്ര പേർ പരിക്കേറ്റു, എത്ര പേർക്ക് നഷ്ടങ്ങളുണ്ടായി എന്നതും കൃത്യമായ എണ്ണക്കണക്ക് ലഭ്യമല്ല. എന്നാൽ ചിലർക്ക് പരിക്കേറ്റതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാം. മുഷ്രിക്കുകളുടെ അമ്പയറിൽ പരിക്കേറ്റവരിൽ ഒരാൾ ഹദ്രത്ത് അബൂ സുഫിയാൻ ബിൻ ഹർബ് ആയിരുന്നു. ഒരു അമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തറച്ചു. കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു. അദ്ദേഹം തൻ്റെ കണ്ണ് കയ്യിലെടുത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഈ കണ്ണ് ദൈവമാർഗത്തിൽ നഷ്ടമായിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ കണ്ണ് പൂർവ്വസ്ഥിതിയിലായി മാറുന്നതാണ്. അല്ലെങ്കിൽ അത് കണ്ണ് വേണ്ടെങ്കിൽ താങ്കൾക്ക് പകരമായി സ്വർഗം ലഭിക്കും. മറ്റൊരു നിവേദനത്തിലെ വാക്കുകൾ ഇപ്രകാരമാണ്, ഐൻ അഥവാ കണ്ണ് വേണ്ടെങ്കിൽ താങ്കൾക്ക് ഐൻ അഥവാ സ്വർഗത്തിലെ നീരുറവ് ലഭിക്കും. അറബി ഭാഷയിൽ ഐൻ എന്നതിന് കണ്ണും എന്നും നീരുറവ എന്നും അർത്ഥങ്ങളുണ്ട്. അബൂ സുഫിയാൻ പറഞ്ഞു, എനിക്ക് സ്വർഗം തന്നെയാണ് പ്രിയങ്കരവും അഭികാമ്യവും. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ കണ്ണ് വലിച്ചെറിഞ്ഞു. ഫത്ഹെ മക്ക വരെ ഇസ്ലാമിൻ്റെ വലിയ ശത്രുവായിരുന്ന അതേ അബൂ സുഫിയാനാണിത്. അദ്ദേഹം ഉഹുദ് യുദ്ധത്തിൽ സത്യനിഷേധികളുടെ സൈന്യാധിപനായിരുന്നു. ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ശേഷം ത്യാഗങ്ങളിൽ അഹമഹമികയെ മുന്നേറുന്നതായി കാണപ്പെട്ടു. വിചിത്രമായൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കണ്ണ് യർമൂക്ക് യുദ്ധത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ മറ്റൊരു സഹാബിയെക്കുറിച്ചും പരാമർശം ലഭിക്കുന്നു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഹദരത്ത് അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ മുറിവ് ദീർഘകാലം നിലനിന്നു. അത് ജീവന് അപായമുണ്ടാക്കി. ഒടുവിൽ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ആ മുറിവ് കാരണമായി അദ്ദേഹം മരണപ്പെട്ടു. ഈ യുദ്ധത്തിൽ അങ്ങനെ 12 സഹാബികൾ രക്തസാക്ഷികളായി. അവരുടെ പേരുകൾ ഇപ്രകാരമാണ്: ഹദരത്ത് സയ്യിദ് ബിൻ ആസ്, ഹദരത്ത് ഉർഫത്ത ബിൻ ജന്നാബ്, ഹദരത്ത് അബ്ദുള്ള ബിൻ അബി ഉമയ്യ, ഹദരത്ത് അബ്ദുള്ള ബിൻ ആമിർ, ഹദരത്ത് സായിബ് ബിൻ ഹാരിസ്,
അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബ്ദുള്ള ബിൻ ഹാരിസ്, ഹർ ജുലൈഹ ബിൻ അബ്ദുള്ള, ഹസരത് സാബിത് ബിൻ ജസ, ഹസരത് ഹാരിസ് ബിൻ സഹൽ, ഹസരത് മുൻസിർ ബിൻ അബ്ദുള്ള, ഹസരത് റുഖൈം ബിൻ സാബിത്, ഹസരത് അബ്ദുള്ള ബിൻ അബൂബക്കർ, ഇദ്ദേഹമാണ് പിന്നീട് മരണപ്പെട്ടത്, തുടങ്ങിയവർ. ഈ യുദ്ധത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ 2 ധർമ്മപത്നിമാരായ ഹദരത്ത് ഉമ്മു സലമയും ഹദരത്ത് സൈനബും ഉണ്ടായിരുന്നു. അവർക്കായി 2 കൂടാരങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഉപരോധ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 കൂടാരങ്ങൾക്കിടയിൽ വെച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസമാണ് തായിഫിനെ ഉപരോധിച്ചത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത നിവേദനങ്ങൾ കാണാം. ചിലർ പറയുന്നത് 10 ദിവസങ്ങളിൽ കൂടുതൽ, 10-ലധികം രാത്രികൾ തങ്ങി എന്ന് പറയുന്നു. ഇബ്നു ഹിഷാം പറയുന്നത് 17 രാത്രികളായിരുന്നുവെന്നും ആണ്. 20 ദിവസമായിരുന്നുവെന്നും ചിലർ പറയുന്നു. 20-ൽ കൂടുതൽ രാത്രികളായിരുന്നു അവിടെ തങ്ങിയെന്നും പറയുന്നു. ഒരു നിവേദനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫുകാരെ ഏകദേശം 30ഓളം രാത്രികൾ ഉപരോധിച്ചുവെന്ന് കാണാം. സഹീഹ് മുസ്ലിമിൽ ഹദരത്ത് അനസിൽ നിന്നും ഒരു നിവേദനമുണ്ട്: ഞങ്ങൾ 40 രാത്രികളോളം അവരെ ഉപരോധിച്ചു. എന്തായാലും മടങ്ങാനുള്ള സമയം വന്നപ്പോൾ അവിടുന്ന് ഇങ്ങനെ ചൊല്ലാൻ പറഞ്ഞു. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് മടക്കയാത്ര നടത്തുക: ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹാമിദുൻ. അതായത് ഞങ്ങൾ മടങ്ങുന്നു, പശ്ചാത്തപിക്കുന്നു, ആരാധന നടത്തുന്നു, ഞങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു: അള്ളാഹുവിൻ്റെ റസൂലേ, ബനു സഖീഫിനെതിരെ ശാപപ്രാർത്ഥന നടത്തിയാലും? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയവിശാലതയുടെയും കാരുണ്യത്തിൻ്റെയും നിലവാരം ഇവിടെ ശ്രദ്ധേയമാണ്. പ്രത്യക്ഷത്തിൽ ലക്ഷ്യം സാധിക്കാതെ മടങ്ങുകയായിരുന്നെങ്കിലും അവിടുന്ന് അവർക്കെതിരെ ഒരു ശാപപ്രാർത്ഥനയും ചെയ്തില്ല. പകരം ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹു മഹദി സഖീഫൻ വാത്തി ബിഹിം മുസ്ലിമീൻ. അതായത് അള്ളാഹുവെ, സഖീഫ് ഗോത്രത്തിന് ഹിദായത്ത് നൽകി അവരെ മുസ്ലിങ്ങളായി തീർക്കണമേ. അതിനുശേഷം അവിടെ നിന്ന് മടങ്ങാൻ കുതിരയിൽ കയറിയപ്പോൾ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: അല്ലാഹു മഹദിഹിം വാഖ്ഫിന മോനത്തഹും. അതായത് അള്ളാഹുവെ, അവർക്ക് സന്മാർഗം നൽകുകയും അവരുടെ ഭക്ഷണ വിഭവങ്ങളും മറ്റ് സാധന സാമഗ്രികളും നേരിടാൻ ഞങ്ങൾക്ക് നീ മതിയായവനാവുകയും ചെയ്യണമേ. കാരണം അവിടുത്തെ യഥാർത്ഥ ലക്ഷ്യം വഴിതെറ്റിപ്പോയ ഈ ആളുകൾ തങ്ങളുടെ സ്രഷ്ടാവിലേക്ക് മടങ്ങിയെത്തുക എന്നതായിരുന്നു, അല്ലാതെ അവരെ നശിപ്പിക്കുകയായിരുന്നില്ല. അങ്ങനെ അല്ലാഹു തആല തിരുനബിയുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചതിന് ഫലമായി 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഹിജ്റ 9-ൽ റമദാൻ മാസത്തിൽ ഈ തായിഫുകാർ തന്നെ മുഴുവനായും ഇസ്ലാം സ്വീകരിച്ചു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പുറപ്പെട്ടു. അവിടുത്തെ നഗരവാസികളായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞ് നാട് കടത്തിയത്. കുറച്ചു കാലം അവിടുന്ന് ആ നഗരം ഉപരോധിച്ചു. എന്നാൽ ചില ആളുകൾ ഉപദേശം നൽകിയപ്പോൾ ഇനി സമയം കളയേണ്ടതില്ല, ഇപ്പോൾ അറബികളിൽ 1 നഗരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അവരെന്ത് ചെയ്യാനാണ്, ഉപരോധം ഉപേക്ഷിച്ച് തിരിച്ചു പോകുക എന്ന് അവിടുന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം തായിഫിലെ ആളുകളും മുസ്ലിങ്ങളായി. ഹുനൈൻ യുദ്ധമുതലുകളുടെ വിഭജനത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ദുൽഖഅദ 5-ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് ജിറാനയിലേക്ക് വന്നു. അവിടെ തടവുകാരും യുദ്ധമുതലുകളും സൂക്ഷിച്ചിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഈ തടവുകാരോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി അവർക്ക് താൽക്കാലികമായ താമസ സ്ഥലങ്ങൾ വരെ നിർമ്മിച്ചു കൊടുത്തിരുന്നു. യുദ്ധമുതലുകളുടെ വിവരങ്ങൾ ഇപ്രകാരമായിരുന്നു: 6000 അടിമ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർക്ക് താമസ സൗകര്യമൊരുക്കി. ചില നിവേദനങ്ങൾ ഇവർ 8000 ആയിരുന്നു എന്നും പറയുന്നു. ഇന്നത്തെ യുദ്ധങ്ങളെപ്പോലെയല്ല. ഇന്നത്തെ യുദ്ധങ്ങളിൽ ശത്രുക്കളുടെ വീടുകൾ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ഇപ്പോൾ നടക്കുന്നതും അതുതന്നെയാണ്. മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കായി താമസ സ്ഥലങ്ങൾ ഒരുക്കി കൊടുത്തു. 24,000 ഒട്ടകങ്ങൾ യുദ്ധം മുതലുകളിലുണ്ടായിരുന്നു. 40,000-ത്തിലധികം ആടുകളും കോലാടുകളും ഉണ്ടായിരുന്നു. 4000 ഓക്യ, ഇത് ഏകദേശം 490 കിലോഗ്രാം വരും വെള്ളി ഉണ്ടായിരുന്നു.
ഇതിനു മുമ്പ് മുസ്ലിങ്ങൾക്ക് ഇത്രയധികം യുദ്ധമുതലുകൾ ഒരിക്കലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബികളുടെ തർബിയത്ത്, ശിക്ഷണ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. യുദ്ധം മുതൽ വിഭജിക്കുന്നതിന് മുമ്പ് അവിടുന്ന് പ്രഖ്യാപിച്ചു, ഈ മുതലിൽ നിന്നും ഖുംസ് അഥവാ അഞ്ചിലൊന്നല്ലാതെ എനിക്ക് യാതൊരു അവകാശവുമില്ല. ആ ഖുംസും അവസാനം നിങ്ങൾക്കിടയിലേക്ക് തന്നെ മടങ്ങിയെത്തും. അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, ഒരു സൂചി അല്ലെങ്കിൽ അതിൻ്റെ നൂല് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ എന്ത് വസ്തുവെങ്കിലും ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് തിരികെ നൽകുക. വഞ്ചനയിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം ഖിയാമത്ത് നാളിൽ വഞ്ചിക്കുന്നവർക്ക് അത് നാണക്കേടിനും അപമാനത്തിനും ഹേതുവാകും. ഈ പ്രഖ്യാപനം കേട്ട് ഒരു സഹാബി ഒട്ടകത്തിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു ചുരുൾ കയർ നബി സമക്ഷം കൊണ്ടുവന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല്, എൻ്റെ പൊട്ടിയ ജീൻ തുന്നാൻ ഞാൻ ഈ നൂൽ യുദ്ധമുതലിൽ നിന്ന് എടുത്തതായിരുന്നു. മറ്റൊരു സഹാബി ഒരു സൂചി എടുത്ത് തൻ്റെ ഭാര്യയ്ക്ക് നൽകിയിരുന്നു. ഈ പ്രഖ്യാപനം കേട്ട ഉടൻ തന്നെ അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്ക് പോയി ആ സൂചി തിരികെ വാങ്ങി യുദ്ധമുതലുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവച്ചു. യുദ്ധം മുതൽ വിഭജിക്കാൻ തുടങ്ങിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താലീഫുൽ കുലൂബ്, അതായത് പുതുതായി വരുന്നവരെയും അന്യരെയും അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആണ് ഇത് ചെലവഴിച്ചത്. കൂടുതലായും യുദ്ധം മുതൽ വിഭജിച്ചത് അക്കാര്യത്തിനായിരുന്നു. അവിടുന്ന് ആദ്യം അറബികളിലെ പ്രധാനികൾക്കാണ് നൽകിയത്. അവർ തങ്ങളുടെ ഗോത്രങ്ങളിൽ ഉന്നത സ്ഥാനീയരായിരുന്നു. അവിടുന്ന് അവരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാനായി സമ്മാനങ്ങൾ നൽകി. ചിലർക്ക് 100 ഒട്ടകങ്ങളും ചിലർക്ക് 50 ഒട്ടകങ്ങളും നൽകി. വെള്ളിയും അടിമകളും ഇതിനു പുറമെയായിരുന്നു. ഒരു ചരിത്രഗ്രന്ഥത്തിൽ ഹദരത്ത് അബൂ സുഫിയാൻ ബിൻ ഹർബിന് 100 ഒട്ടകങ്ങൾ നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ സുഫിയാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ വെള്ളിയുടെ ഒരു കൂമ്പാരം കണ്ടിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അവിടുന്ന് ഇന്ന് ഖുറൈശികളിൽ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുന്നു. അവിടുന്ന് ചിരിച്ചുകൊണ്ട് അബൂ സുഫിയാന് 40 ഓക്കിയ വെള്ളിയും 100 ഒട്ടകങ്ങളും നൽകാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി. അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ മകൻ യസീദിനും എന്തെങ്കിലും നൽകണം. അവിടുന്ന് അവനും 40 ഓക്കിയ വെള്ളിയും 100 ഒട്ടകങ്ങളും നൽകാൻ ഉത്തരവിട്ടു. ഈ പറഞ്ഞ യസീദ് അബൂ സുഫിയാന്റെ മകനായിരുന്നു. സാധാരണയായി ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ദുഷ്പേരുള്ള യസീദ് അബൂ സുഫിയാന്റെ പേരക്കുട്ടിയായിരുന്നു. അതായത് ഹദരത്ത് മുആവിയുടെ മകനായിരുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ മറ്റൊരു മകനായ മുആവിയക്കും നൽകണം. അവിടുന്ന് അദ്ദേഹത്തിനും 40 ഓക്കിയ വെള്ളിയും 100 ഒട്ടകങ്ങളും നൽകാൻ വേണ്ടി കൽപ്പിച്ചു. അത് കേട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തെണ്ടമാകട്ടെ. അവിടുന്ന് വളരെ ഉദാരമതിയാണ്. ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങയെ നല്ല പോരാളിയായി കണ്ടു. പിന്നീട് ഞാൻ അങ്ങയോട് രഞ്ജിപ്പിലായി. അവിടുന്ന് എത്ര നല്ല സമാധാനകാംക്ഷിയാണ്. അള്ളാഹു അങ്ങേക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. മക്കയിലെ പ്രമുഖരിൽ ഒരാളായിരുന്ന ഹക്കീം ബിൻ ഹിസാമും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം നേടിയ ആളാണ്. മക്ക ഫതഹിൻ്റെ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഹക്കീം ബിൻ ഹിസാമിൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർക്ക് അഭയം നൽകുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുമുണ്ടായി. അദ്ദേഹം ഹദരത്ത് ഖദീജയുടെ സഹോദരപുത്രനായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തിന് 100 ഒട്ടകങ്ങൾ നൽകി. ഹക്കീം പറയുന്നു, ഞാൻ 100 ഒട്ടകങ്ങൾ കൂടി ആവശ്യപ്പെട്ടു. അവിടുന്ന് എനിക്ക് അതും നൽകി. ഞാൻ വീണ്ടും 100 ഒട്ടകങ്ങൾ ആവശ്യപ്പെട്ടു. അവിടുന്ന് എനിക്ക് അതും നൽകി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഹക്കീം, ഈ സമ്പത്ത് വളരെ നല്ലതും മധുരതരവുമാണ്. വളരെ നല്ലതാണ് സ്വത്ത്. ആരെങ്കിലും അത് അത്യാഗ്രഹമില്ലാതെ സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ ബർക്കത്ത്, ഐശ്വര്യമുണ്ടാകും. എന്നാൽ അത് അതിമോഹത്തോടെയും അത്യാർത്തിയോടെയും സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു ഐശ്വര്യവും ഉണ്ടാകില്ല. അവൻ എത്ര കഴിച്ചിട്ടും മതിവരാത്ത ഒരാളെ പോലെയായിരിക്കും. മുകളിലുള്ള കൈ, നൽകുന്ന കൈ താഴെയുള്ള കൈ, അതായത് വാങ്ങുന്ന കൈയേക്കാൾ ഉത്തമമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എത്രത്തോളം അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തിയെന്നാൽ അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങയെ സത്യസന്ധമായി അയച്ച അള്ളാഹു ആണ്. ഇന്നു മുതൽ മരണം വരെ ഞാൻ ആരോടും തന്നെ ഒന്നും തന്നെ ചോദിക്കുന്നതല്ല. ചില നിവേദനങ്ങളിൽ അദ്ദേഹം ആവശ്യപ്പെട്ട 200 ഒട്ടകങ്ങളും തിരികെ നൽകിയതായി കാണാം. അതിനുശേഷം തൻ്റെ വാക്ക് ജീവിതകാലം മുഴുവൻ അദ്ദേഹം പാലിച്ചു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ
എല്ലാവർക്കും എന്തെങ്കിലും ധനം നൽകിയ സന്ദർഭത്തിലും അദ്ദേഹം ധനം സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇസ്ലാമിക വിജയങ്ങളുടെ ഫലമായി ധാരാളം ധനം ലഭിക്കുമ്പോൾ ഖലീഫമാർ സഹാബികൾക്ക് സമ്മാനങ്ങൾ നൽകുമായിരുന്നു. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്തും സമ്പത്ത് നൽകാനായി വിളിച്ചപ്പോഴൊക്കെ അദ്ദേഹം അത് നിരസിച്ചു. പക്ഷേ ഹദരത്ത് ഹക്കീം ബിൻ ഹിസാം അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു കൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് ഹദരത്ത് ഉമർ അവിടെയുണ്ടായിരുന്ന സദസ്യരോടെല്ലാവരുമായി പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ സാക്ഷികളായിരിക്കുക. ഞാൻ ഇദ്ദേഹത്തിന്റെ അവകാശം നൽകി, എന്നാൽ ഇദ്ദേഹം അത് സ്വയം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം ചെയ്തവരിൽ മക്കയിലെ ഒരു നേതാവായിരുന്ന സഫ്വാൻ ബിൻ ഉമയ്യയും ഉൾപ്പെടുന്നു. ഹുനൈൻ യുദ്ധത്തിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്നായിരുന്നു പടച്ചട്ടകളും ആയുധങ്ങളും പണയത്തിന് വാങ്ങിയിരുന്നത്. അദ്ദേഹം മുശ്രിക്കായിരുന്ന അവസ്ഥയിൽ തന്നെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തു. ചില നിവേദനങ്ങളിൽ സഫാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വന്നതാണെന്നും കാണാം, മുഹമ്മദിനെ വധിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശത്രുക്കൾ മുഹമ്മദിന്റെ സൈന്യത്തെ തോൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ ഈ യുദ്ധത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറാൻ തുടങ്ങി. യുദ്ധം മുതൽ വിഭജിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് 100 ഒട്ടകങ്ങൾ നൽകി. സഹീ മുസ്ലിമിന്റെ നിവേദനത്തിൽ 300 ഒട്ടകങ്ങൾ നൽകിയതായി കാണാം. മറ്റൊരു നിവേദനത്തിൽ ആ ദിവസങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താഴ്വരയിലൂടെ കടന്നുപോയെന്നും അവിടം യുദ്ധം മുതലായി ലഭിച്ച ഒട്ടകങ്ങളും ആടുകളും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നുവെന്നും കാണാം. സഫാൻ ഇത്രയധികം സമ്പത്ത് ഒരുമിച്ച് കണ്ടപ്പോൾ അത്ഭുതപരതന്ത്രനായി നോക്കി നിന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂ വഹബ്, ഇത് സഫാന്റെ വിളിപ്പേരായിരുന്നു. ഈ താഴ്വര നിന്നെ അത്ഭുതപ്പെടുത്തിയോ? അദ്ദേഹം അതേന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈ മുഴുവൻ സമ്പത്തും താങ്കൾക്കുള്ളതാണ്, താങ്കൾ എടുത്തുകൊള്ളുക. ഇത് കേട്ട് സഫാൻ അനിയന്ത്രിതമായി പറഞ്ഞു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. കാരണം ഇങ്ങനെ മഹത്തായ ഒരു ഔദാര്യം കാണിക്കുക ഒരു പ്രവാചകന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു നിവേദനത്തിൽ സഫാൻ ബിൻ ഉമയ്യ സ്വയം പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധമുതലുകളിൽ നിന്ന് എനിക്ക് തുടർന്ന് നൽകിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി മുമ്പ് തിരുമേനി എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പോൾ തിരുനബി എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യനായി മാറി. ചുരുക്കത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ അറബ് നേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അവരുടെ എണ്ണം 50-ൽ കൂടുതലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സെയ്ദ് ബിൻ സാബിത്തിനോട് ബാക്കിയുള്ള ആളുകളെ വിളിക്കാൻ നിർദ്ദേശിച്ചു. അവർക്കിടയിൽ യുദ്ധം മുതൽ വിഭജിച്ചു. ഓരോരുത്തർക്കും 4 ഒട്ടകങ്ങളോ അല്ലെങ്കിൽ 40 ആടുകളോ ലഭിച്ചു. അങ്ങനെ അതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം മുതലായതെല്ലാം അവിടുന്ന് ജനങ്ങൾക്കിടയിൽ തന്നെ വിഭജിച്ച് നൽകി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഈ വശം വളരെ ശ്രദ്ധേയമാണ്. കാരണം എതിരാളികൾ അവിടുത്തെ യുദ്ധങ്ങളെയും കുറിച്ച് ഇങ്ങനെ ആരോപിക്കാറുണ്ട്, മുസ്ലിങ്ങൾ പരമദരിദ്രരും ധനമോ സ്വത്തോ ഇല്ലാത്തവരുമായതുകൊണ്ടാണ് യുദ്ധങ്ങൾ തുടങ്ങിയത്. ഈ ആരോപണത്തിൽ ഒരു തരിമ്പെങ്കിലും സത്യമുണ്ടായിരുന്നെങ്കിൽ ഹുനൈൻ യുദ്ധമുതലുകൾ മറ്റൊരു രീതിയിൽ വിഭജിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് യുദ്ധമുതലുകളുടെ വലിയൊരു ഭാഗം താലീഫുൽ കുലൂബിന്, മറ്റുള്ളവരുടെ മനസ്സ് ഇണക്കാൻ വേണ്ടി അമുസ്ലിങ്ങൾക്ക് നൽകിയെന്നാണ്. ഖുറൈശികളിലെ പ്രമുഖർക്കാണ് ഇത് ഏറിയ പങ്കു നൽകിയത്. ചില നിവേദനങ്ങളിൽ മുഴുവൻ സമ്പത്തും മറ്റുള്ളവർക്കിടയിൽ വിഭജിച്ചു നൽകിയതായി വിവരിക്കുന്നുണ്ട്. അതിൻ്റെ പിറകിലെ ഛേദോവികാരങ്ങൾ എന്തായിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഒന്നും തന്നെ കൈവശം വെച്ചില്ല എന്നത് ലോകം സാക്ഷ്യം വഹിച്ചു. ചില നിവേദനങ്ങളിൽ പറയുന്നത് പോലെ തൻ്റെ അർപ്പണബോധമുള്ളവരും വിശ്വസ്തരുമായ അനുയായികളായ അൻസാറുകൾക്ക് പോലും അവിടുന്ന് ഈ യുദ്ധമുതലിൽ നിന്നും ഒന്നും തന്നെ നൽകിയില്ല. ഖുറൈശികൾക്ക് സമ്പത്ത് നൽകിയതിൻ്റെ പിന്നിലെ തത്വം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശദീകരിച്ചു, ഇന്നി ഓത്തി ഖുറൈശൻ അതല്ലഫഹും ലിഅന്നഹും ഹദീസു അഹദിൻ ബി ജാഹിലിയ. അതായത് ഞാൻ ഖുറൈശികൾക്ക് നൽകി അവരുടെ ഹൃദയങ്ങളെ ഇണക്കുകയാണ്. കാരണം അവർ ജാഹിലിയത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല, അവരുടെ ഈമാൻ അത്ര സുദൃഢമായിട്ടില്ല. ബുഖാരിയിലെ മറ്റൊരു നിവേദനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖുറൈശൻ ഹദീസു അഹദിൻ ലി ജാഹിലിയത്തിൻ വ മുസീബത്തിൻ വ ഇന്നി അറത്തു അൻ അജ്ബുറഹും
വതഅല്ലഫഹും. അതായത് ഖുറൈശികളുടെ അവിശ്വാസത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും കാലം ഈ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർ നവാഗതരാണ്. എൻ്റെ ലക്ഷ്യം അവരുടെ നഷ്ടം നികത്തുകയും അവരെ സമാശ്വസിപ്പിക്കുകയുമാണ്. ഈ യുക്തിഭദ്രമായ വിഭജനത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഫലമായി മുമ്പ് അവിടുത്തെ രക്തത്തിനായി ദാഹിച്ചിരുന്നവർക്ക് ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും ശ്രേഷ്ഠനും പ്രിയങ്കരനുമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയുണ്ടായി. മുമ്പ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവൻ കളയാൻ തയ്യാറായവർ ഇപ്പോൾ ഇസ്ലാമിനെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തന്നെ തയ്യാറായി മുന്നോട്ട് വരികയുണ്ടായി. അവരിൽ പലരും പിന്നീട് ഇസ്ലാമിക യുദ്ധങ്ങളിൽ വീരരക്തസാക്ഷിത്വം വഹിച്ചു. അവരുടെ ഇസ്ലാം ഏറ്റവും ഉത്തമമായ ഇസ്ലാമാണെന്ന് അവർ തെളിയിച്ചു. ഈ സന്ദർഭത്തിൽ ചില കപടവിശ്വാസികൾ സമ്പത്ത് വിഭജിക്കുന്നതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അപമര്യാദയായി ധാർഷ്ട്യത്തോടെ പെരുമാറുകയും ചെയ്തിരുന്നു. അവർ നൗസുബില്ലാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയും ന്യായവും പാലിച്ചില്ലെന്നും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചല്ല പ്രവർത്തിച്ചതെന്നും ആരോപിക്കുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തൊടുത്തു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലും നീതി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് നീതി കാണിക്കുക? പിന്നീട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹു എൻ്റെ സഹോദരൻ ഹജരത് മൂസയോട് കരുണ കാണിക്കട്ടെ. അദ്ദേഹത്തിന് ഇതിലും വലിയ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ലഭിച്ചിട്ടും അദ്ദേഹം ക്ഷമ കൈക്കൊള്ളുകയുണ്ടായി. അതുപോലെ സുൽ ഖുബൈസറ എന്നൊരാൾ അവിടുത്തെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇന്ന് ചെയ്തത് ഞാൻ കാണുകയുണ്ടായി. അവിടുന്ന് ചോദിച്ചു, എന്തു കണ്ടു എന്നാണ് പറയുന്നത്? അയാൾ പറഞ്ഞു, താങ്കൾ ഇന്ന് നീതി കാണിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, നിനക്ക് നാശം. എൻ്റെ അടുത്ത് നീതിയില്ലെങ്കിൽ പിന്നെ ആരുടെ അടുത്താണ് നീതി ഉള്ളത്? ഇത് കേട്ട് ഹജരത്ത് ഉമറും ഹജരത്ത് ഖാലിദ് ബിൻ വലീദും എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഉത്തരവുണ്ടാകുകയാണെങ്കിൽ ഇവൻ്റെ തല കൊയ്യട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത്. ഒരുപക്ഷെ ഇവൻ നമസ്കരിക്കുന്നവനായിരിക്കാം. അതും വലിയ ഉറപ്പുള്ള കാര്യമായിരുന്നില്ല. ഒരുപക്ഷെ ഇവൻ നമസ്കരിക്കുന്നതിനായിരിക്കാം എന്ന സംശയത്തിൻ്റെ പേരിൽ ഞാൻ എങ്ങനെയാണ് ഇവൻ്റെ കഴുത്ത് വെട്ടാൻ പറയുക? ഒരു മുസ്ലിം ആയിരിക്കെ എന്ന്. എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങളുടെ പ്രവൃത്തികൾ, ചെയ്തികൾ നോക്കുക. അപ്പോൾ ഹദരത്ത് ഖാലിദ് ചോദിച്ചു, ഒരു നമസ്കരിക്കുന്നയാൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ സാധിക്കുമോ? അങ്ങനെ അവൻ്റെ മനസ്സിലൊരു കാര്യം ഇല്ലാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിദ്, ഞാൻ ആളുകളുടെ ഹൃദയം കീറി നോക്കാനോ നെഞ്ചു പിളർന്നു നോക്കാനോ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവിടുന്ന് ഇങ്ങനെയും പറഞ്ഞു, ഈ വ്യക്തിയും അവൻ്റെ കൂട്ടുകാരും ഖുർആൻ ഓതും, എന്നാൽ അത് അവരുടെ തൊണ്ടയ്ക്ക് കീഴെ ഇറങ്ങില്ല. അവരുടെ ഈമാൻ ഉപരിപ്ലവമായ ഈമാനാണ്. അമ്പ് വേട്ടയാടിയ മൃഗത്തിലൂടെ തുളച്ചു കയറി രക്തത്തിൻ്റെ ഒരു പാടുപോലും ഇല്ലാതെ പുറത്തേക്ക് വരുന്നത് പോലെ അവർ ദീനിൽ നിന്നും പുറത്തു പോകും. ഒരടയാളം പോലും ഉണ്ടായില്ല അവരുടെ ഈമാൻ്റെ. നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തെയും നോമ്പിനെയും അവരുടെ നമസ്കാരത്തോടും നോമ്പിനോടും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടേത് നിസ്സാരമായി നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതായത് അവർ പ്രത്യക്ഷത്തിൽ സുദീർഘമായ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നവരും വളരെ കർശനമായി നോമ്പെടുക്കുന്നവരുമായിരിക്കും. ഈ അവസ്ഥകൾ ഇന്ന് പല മുസ്ലിങ്ങൾക്കും, പ്രത്യേകിച്ച് ഒലമാക്കൾ, പണ്ഡിതവർഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനെക്കുറിച്ച് അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നു, ഈ വ്യക്തി തന്നെ ഖവാരിജി ഫിത്നയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. ഹജരത് അലി റളിയല്ലാഹു അൻഹുയുടെ കാലത്താണ് ഈ സംഘം തലപൊക്കിയത്. പിന്നീട് ഹജരത് അലി അവർക്കെതിരെ ജിഹാദ് ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചു കാണിച്ചു. ഹജരത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, സുൽ ഖുബൈസിറ എന്നൊരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് ഇന്ന് ചെയ്തതെന്താണെന്ന് ഞാൻ കണ്ടു. അവിടുന്ന് ചോദിച്ചു, നീ എന്താണ് കണ്ടത്? അയാൾ പറഞ്ഞു, ഞാൻ കണ്ടത് അങ്ങ് ഇന്ന് അക്രമം പ്രവർത്തിച്ചു, നീതി കാണിച്ചില്ല. നൗസുബില്ലാ. അവിടുന്ന് പറഞ്ഞു, നിന്റെ കാര്യം അഹോ കഷ്ടം. ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരാണ് നീതി ചെയ്യാനുള്ളത്? അപ്പോൾ സഹാബികൾ രോഷത്തോടെ എഴുന്നേറ്റു. ഈ വ്യക്തി പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അവരിൽ ചിലർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇവൻ വധശിക്ഷ അറിയിക്കുന്നവനാണ്, ഞങ്ങൾ ഇവനെ കൊല്ലട്ടെ. ഇന്ന് നബി നിന്ദയെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ, ഗീർവാണങ്ങൾ നടത്തുന്നുണ്ടല്ലോ, ഇവിടെ നോക്കുക. അവിടുന്ന് പറഞ്ഞു, ഈ വ്യക്തി
നിയമം പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്കെങ്ങനെയും അവനെ കൊല്ലാൻ സാധിക്കും. അതായത് നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും അവൻ പാലിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊല്ലേണ്ട കാര്യമില്ല. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരാൾ പുറമെ ഒന്ന് കാണിക്കുകയും മനസ്സിൽ മറ്റൊന്ന് ഒളിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ ശിക്ഷാർഹനല്ലേ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളോട് അവരുടെ ഹൃദയത്തിലുള്ള ചിന്തകൾക്കനുസരിച്ച് പെരുമാറാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. അവരുടെ പുറമെയുള്ള പ്രവർത്തനങ്ങൾക്കനുസരിച്ച്, ബാഹ്യാവസ്ഥ അനുസരിച്ച് അവരോട് പെരുമാറാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഇവനും ഇവൻ്റെ കൂട്ടുകാരും ഒരു ദിവസം ഇസ്ലാമിനെതിരെ കലാപം പുറപ്പെടുവിപ്പിക്കും. അതെ, ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു തരാം എന്ന് പറയുന്നു, ഇപ്പോൾ ഞാൻ ഒരു ശിക്ഷയും നൽകുന്നില്ല, പക്ഷേ അവർ കലാപം ചെയ്യുമ്പോൾ അവർക്ക് തക്കതായ ശിക്ഷയും അതിൻ്റെ ദുഷ്ഫലവും അവർ അനുഭവിക്കുന്നതാണ്. അങ്ങനെ ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈ വ്യക്തിയും അവൻ്റെ ഗോത്രക്കാരും കലാപകാരികളുടെ നേതാക്കന്മാരായിരുന്നു. അവർ ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുയോട് വിദ്രോഹം പ്രവർത്തിക്കുകയും ഖവാരിജുകൾ എന്ന പേരിൽ ഇന്ന് വരെ അറിയപ്പെടുകയും ചെയ്യുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.